രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഓഫ് റോഡ് വാഹനത്തിന് 50,000 രൂപ പെറ്റിയടിച്ച് MVD. എനിക്ക് മുട്ടായി വേണം. മുട്ടായി വാങ്ങി തരാൻ ഞാൻ വീട്ടിൽ നിൽക്കത്തില്ല. ഒരു മുട്ടായി വാങ്ങി തരാൻ വരത്തില്ലേ? എന്താ പറ്റി മക്കളെ? അപ്പൂപ്പ എനിക്ക് മുട്ടായി വേണം. മക്കളൊരു കാര്യം ചെയ്യ്, ജംഗ്ഷനിലെ കടയിൽ പോയിട്ട് ആവശ്യത്തിന് മുട്ടായി മേടിച്ചോ. അപ്പൊ പൈസയാ? പൈസയൊന്നും വേണ്ട, സാധനം മേടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞാ മതി. ഒന്ന് പോ അപ്പൂപ്പ. മോനെ, നീ പോയെന്ന് പറഞ്ഞു നോക്ക്. പറയണ മക്കളെ, എന്താ വേണ്ടേ? മാമ മുട്ടായി. ഇത് മതിയോ? അത് മതി, 10 എണ്ണം. എന്നാ മോനെ 10 രൂപ. മാമ ഞാൻ ഭരത്തിന്റെ കൊച്ചുമോനാ. അത് ആദ്യമേ പറയണ്ടേ. എന്നാ ഇതോടെ കൊണ്ടുപോക്കോ. അയ്യോ വേണ്ട മാമ, ഇത് മതി. നീ ഭരത്തിന്റെ കൊച്ചുമോനല്ലേ, നീ പൊക്കോ, പൈസ ഒന്നും വേണ്ട. എന്നാലും അപ്പൂപ്പന്റെ പേരുള്ളപ്പോ ഇതെങ്ങനെ കിട്ടിയത്? ഹോട്ടലും കൂടെ പരീക്ഷിച്ച് നോക്കിയാലോ. മാമ എന്നെ ഒന്ന് വീട്ടിൽ വരെ ആക്കാമോ? പിന്നെന്താ മോനെ, കേറിക്കോ. പക്ഷെ എന്റെ പൈസ ഇല്ല. പൈസ ഇല്ലാതെ ഓട്ടോ ഓടാൻ മോന്റെ അച്ഛൻ മേടിച്ചെന്ന് ഓട്ടോ അല്ലല്ലോ ഇത്. ഞാൻ ഭരത്തിന്റെ കൊച്ചുമോനാ. എന്നാ നേരത്തെ പറയണ്ടേ, ഇങ്ങോട്ട് കേറ്. എന്താടാ മോനെ, മുട്ടായി കിട്ടിയോ? കിട്ടിയ അപ്പൂപ്പ. പിന്നെന്താടാ നിന്റെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്ത? അത് അപ്പൂപ്പന്റെ പേര് പറയുമ്പോ എല്ലാരുടെ മുഖത്ത് ബഹുമാനം വരുന്നു. അതെന്താ? പറ അപ്പൂപ്പ. ഞാൻ പറയാം. എടാ, അപ്പൂപ്പ ഈ നാട്ടിലുള്ള അല്ലായിരുന്നു, എന്റെ അമ്മയുടെ വീടായിരുന്നു ഇവിടെ. ഓണത്തിന് അപ്പൂപ്പ ഇവിടെ വന്നേയായിരുന്നു. എടാ, നീ ഓണം കഴിഞ്ഞാലേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതെന്തോടാ ഓണപ്പരിപാടി പ്രാക്ടീസ് ചെയ്യുന്ന? അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനേ ഒരു കാരണമുണ്ട്. എന്ത് കാരണം? വിന്നർ മജീഷ്. മജീഷോ? അതാരാ? പണ്ട് ഇവിടെ ഓണപ്പരിപാടി നടക്കുമായിരുന്നു. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലെ ആദ്യ മത്സരം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ. എല്ലാരും മത്സരം തുടങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. പേര് കൊടുത്ത് ആരെങ്കിലും ഇനി വരാനുണ്ടോ? എല്ലാരും എത്തിയ സ്ഥിതിക്ക് മത്സരം ആരംഭിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എല്ലാരും കുപ്പിയിൽ വേഗം വെള്ളം നിറയ്ക്കാൻ നോക്കിയിട്ട് പകുതി വെള്ളം താഴെ പോയപ്പോൾ അവ ഒറ്റ ഒഴുപ്പിന് പകുതി കുപ്പി അങ്ങ് നിറച്ചു. മൂന്ന് ഒഴുപ്പ് കൊണ്ട് അവൻ കുപ്പി ഫുള്ള് നിറച്ച് ആ മത്സരം ജയിച്ചു. അത് ഒരു മത്സരത്തിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ച എല്ലാവർക്കും തെറ്റി. ഓണാഘോഷ പരിപാടിയിലെ അടുത്ത മത്സരം ബിസ്ക്കറ്റ് കടി. അടുത്ത മത്സരം തവളച്ചാട്ടം. അന്ന് ഒരാൾക്കും ഒരു മത്സരത്തിന് ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല. അതവിടെ അവസാനിച്ചില്ല. പിന്നീടുള്ള എല്ലാ വർഷവും അവൻ മത്സരിക്കാൻ തുടങ്ങി. അവസാനം അത് ക്ലബ്ബുകാർക്കും നാട്ടുകാർക്കും വാശിയായി. അവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമെന്ന് അവർ നോക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തായി? എന്താവാൻ, അവൻ പിന്നെയും ജയിച്ചുകൊണ്ടിരുന്നു. അവസാനം നാട്ടുകാരും ക്ലബ്ബുകാരും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്തു. അവനെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ തുക പാരിതോഷികം കൊടുക്കാമെന്ന്. അന്ന് തുടങ്ങിയതായി പ്രാക്ടീസ്, ഈ ഓണത്തിന് അവനെ തൂക്കാൻ. നിനക്കെന്ത് തോന്നുന്നു, ഈ ഓണത്തിന് അവനെ തൂക്കൂ? എടാ, വർഷത്തിലെ ബാക്കി എല്ലാ ദിവസവും ഈ മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഈ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നും പറഞ്ഞ് ശബ്ദം എടുത്ത് നടക്കുന്ന ഒരുത്തനവൻ. നമുക്ക് അവനെ ജയിക്കാൻ പറ്റത്തില്ല. നാളെ തിരുവോണം, നാളെ ആ ദിവസം, അവനെ തോൽപ്പിക്കാനുള്ള ആ ദിവസം. ബാ, നമുക്ക് വീട്ടിൽ പോവാം. ദോ, അതാ മജീഷ്. നീ എന്തോടെ എത്ര പതുക്കെ പോന്ന്? വേഗം പോ. മത്സരത്തിന് പേര് വന്ന എല്ലാരും റെഡി ആയിട്ട് നിൽക്കുക. ആദ്യ മത്സരം കണ്ണുകെട്ടി കുടമടി.
അപ്പൊ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങുന്നു. നോക്കിക്കോ, അവൻ ജയിക്കുന്ന ഇപ്പൊ ലൈവായിട്ട് കാണാം. നീ നോക്കിക്കോ, ഇനിയുള്ള എല്ലാ മത്സരവും അവൻ തന്നെ ജയിക്കും. അടുത്തതായി തലയണയടി. അടുത്തതായി ഓട്ട മത്സരമാണ്. റെഡി സെറ്റ് ഗോ. അടുത്തതായി ചാക്കിക്കേറി ഓട്ടം. ഈ ഒരു മത്സരത്തിനെങ്കിലും ഇവനെ ആരെങ്കിലും ഒന്ന് തോപ്പിച്ചായിരുന്നെങ്കിൽ. അടുത്ത മത്സരം ഏതാ? ബൈക്ക് സ്ലോ റേസ്. എടാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എടാ, ഇതവൻ്റെ മാസ്റ്റർ പീസ് ഐറ്റോ. അതിൽ ആർക്കും അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. ബൈക്ക് സ്ലോ റേസിന് പേര് വന്നവരെല്ലാം വേഗം റോഡിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ മത്സരം സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. എടാ ഇത് സ്ലോ റേസ് ആണാ. കണ്ടോടാ കണ്ടോടാ. നല്ല ഗെയിമായിരുന്നു. അപ്പുപ്പ വിന്നർ മജീഷ് പിന്നെ മത്സരിക്കാൻ വന്നില്ലേ? ഇല്ലടാ, പിന്നെ ഈ നാട്ടിൽ അവനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെ ആണോ എന്തോ.